നമസ്കാരം. ഫുട്ബോൾ ബീറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലണ്ടൻ ഡെർബിയിൽ ആർസണൽ ചെൽസി എവേ എന്നിട്ട് 1-1 സമനില പിടിക്കുകയായിരുന്നു. ടേബിൾ 1-2 നിൽക്കുന്ന ടീമുകൾ തമ്മിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 10 പേരെ ഓൾമോസ്റ്റ് സെക്കൻഡ് 45 മിനിറ്റ്സ് കളിച്ച ചെൽസി സമനില പിടിച്ചതായിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം, വിത്തൗട്ട് എ ഡൗട്ട്. പക്ഷേ മാച്ചിന്റെ സ്റ്റാർട്ടിൽ ഇപ്പോൾ ആർസണലിനോടും ചെൽസിയോടും ചോദിക്കുകയാണ്, ഒരു ഡ്രോ എടുക്കുമോ, 1 പോയിന്റ് എടുക്കുമോ എന്ന് ചോദിച്ചാൽ അച്ഛൻ ബാഡ് റിസൾട്ട്. രണ്ടുപേർക്ക് അത് മോശമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫെയർ ആണെന്ന് പറയുന്നത്. പക്ഷേ ഗെയിമിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോഴേക്കും സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഒരു മാൻ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന ആർസണൽ മേ ബി വിന്നർ ഗോൾ അടിക്കാനത് ആർസണലിനെ കുറച്ച് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. അതേ സമയത്ത് ചെൽസി എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഇന്നലെ 11 vs 11 ആയിരുന്നു. അപ്പം ആർസണൽ റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. എല്ലാ ഗ്രൗണ്ടിലെ ഡ്യുവൽസ് എല്ലാം ചെൽസി വിൻ ചെയ്യുമായിരുന്നു. എല്ലാ ബോൾസും ഇപ്പം ആർസണലിന് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ബോളെല്ലാം എസ്പെഷ്യലി 3 പേരും, കൈസീഡോയും റീസ് ജെയിംസും എൻസോയും ക്യുക്ലി. ഇപ്പം നമ്മൾ പറയുന്നത് ആർസണലിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ഫിസിക്കാലിറ്റി ആൻഡ് അവരുടെ സ്റ്റാമിന. എസ്പെഷ്യലി അവർ കളിക്കുന്ന അഗെയിൻസ്റ്റ് ടീമിന് അഗെയിൻസ്റ്റ് അവരൊരു എക്സ്ട്രാ അഗ്രസീവ് യാർഡ് കൊടുക്കുന്ന പോലെ തോന്നാറായിട്ടുണ്ട്. പക്ഷേ ഈ മാച്ചിൽ ആർസണലിന് മേലൊരു എക്സ്ട്രാ യാർഡ് കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ ചെൽസിയുടെ പ്ലേയേഴ്സ് ആയിരുന്നു. എസ്പെഷ്യലി 11 vs 11 സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു. പക്ഷേ 11 vs 11 ബാറ്റിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും ചെൽസി ഒരു ഗോൾ അടിക്കും എന്നുള്ള ഫീലായിരുന്നു കൂടുതൽ എന്ന് പറയുന്നത്. ചെൽസി രണ്ടുപേരും ക്ലിയർ കട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നല്ല, പക്ഷേ ചെൽസിയുടെ കയ്യിലായിരുന്നു ഗെയിമിൻ്റെ ഒരു കൺട്രോൾ ഇരിക്കുന്ന പോലെ തോന്നിയത്. ദേ വെർ വിന്നിങ് ദ ബോൾസ് ആൻഡ് ചെൽസി ഡോമിനേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ആൻഡ് പോസ്റ്റ് മാച്ച് റീസ് ജെയിംസിനോട് ഈ മാച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ ഡിസപ്പോയിൻറ്റഡ് എന്നാണ് പറയുന്നത്. ഇപ്പം 10 പേരുമായി ഞങ്ങൾ കളിച്ചു, ഞങ്ങൾ ആർസണൽ ടേബിൾ ടോപ്പേഴ്സായ ആർസണലിനെ ഡ്രോയിൽ പിടിച്ചു, അങ്ങനെ പറയുമല്ല, ഡിസപ്പോയിൻറ്റഡ് വിട്ട് ഡ്രോ. 2 പോയിന്റ് കളഞ്ഞതിൽ താൻ ഡിസപ്പോയിൻറ്റഡ് ആണെന്നാണ് ക്യാപ്റ്റനായ റീസ് ജെയിംസ് പറയുന്നത്. സോ അതൊരു നല്ല മെൻറ്റാലിറ്റി തന്നെയാണ്. ഒരു എന്നാ പറയുക, ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി. ഒരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു മെൻറ്റാലിറ്റിയാണ് ക്യാപ്റ്റനൊക്കെ പിച്ചിൽ കാണിക്കുന്ന, അല്ലെ പോസ്റ്റ് മാച്ച് എന്ന് പറയുന്ന നല്ല ടീംമേറ്റ്സിന് മുമ്പ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ടൈറ്റിൽ റേസിൽ വേണം, ടൈറ്റിൽ റേസിൽ കാണണം, ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ഇതാണ് റീസ് ജെയിംസ് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇപ്പം ലാസ്റ്റ് ഇയർ നമുക്ക് ടൈറ്റിൽ റേസിൽ ഇല്ല എന്ന് എൻസോ മരസ്കോ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പുള്ളിയോട് ചോദിച്ചപ്പോഴേക്കും ലെറ്റ്സ് മാർച്ച് ആവട്ടെ, അല്ലെ ഫെബ്രുവരി ആവട്ടെ എന്നൊരു ഡയലോഗ് ആൾ പറയുകയാണ്. നമ്മൾ ഗെയിം ബൈ ഗെയിം പോകണം, അവർ ടൈറ്റിൽ റേസിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതിനിധി കൊടുക്കാനായിട്ടാണ് നോക്കുന്നത്, വിച്ച് ഈസ് ഗുഡ്. ആൻഡ് മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത്, ഇപ്പം മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ 2 ടീമുകൾക്കും നല്ല ചാൻസ് കിട്ടിയാണ് തുടങ്ങിയത്. 2 ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ആർസണലിന് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. സലീബ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കുകയാണ് പുറത്തായി. മൊസ്കോറയും ഹിൻകാപ്പിയും സെൻറ്റർ ബാക്ക് ഡ്യൂ ആയിരുന്നു. ഓക്കെ, ഗബ്രിയലിനെയും സലീബിനെയും അവർ പിച്ച് മിസ് ചെയ്തിരുന്നു ചോദിച്ചാൽ മൊമെൻറ്റ്സ് മിസ് ചെയ്തിരുന്നു, എസ്പെഷ്യലി അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി. പക്ഷേ രണ്ടുപേരും എസ്പെഷ്യലി ഇന്നലെ ഹിൻകാപ്പിയെ ഹാഡ് എ ഗുഡ് ഗെയിം. അതുപോലെ തന്നെയാണ് ലൈനപ്പ്. ബാക്കി കാര്യത്തിലൊന്നും വലിയ സർപ്രൈസ് ഇല്ലായിരുന്നു. അപ്പുറത്തെ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ജാവോ പെട്രോനെ സ്റ്റാർട്ട് ചെയ്തു, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എസ്റ്റിവാവനെ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, പെട്രോണിട്ടോ ലെഫ്റ്റിലോട്ടും പോകുന്ന സിനാരി നമ്മൾ കണ്ടു. ആൻഡ് മാച്ചിൻ്റെ ആദ്യത്തെ മൊമെൻറ്റ്സിൽ ആർസണലിന് ഒരു ചാൻസ് കിട്ടുന്നത്, എസ്പെഷ്യലി സാക്കയ്ക്ക് കിട്ടിയ ഒരു ചാൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആംഗിളാണ്, പക്ഷേ ആളടിച്ച് വെളിയിൽ കളയുന്ന ഒരു സിനാരിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എസ്റ്റിവാവോന് ഗെയിമിൽ ഫസ്റ്റ് ഹാഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചാൻസ് കിട്ടിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നിങ്ങൾക്ക് കാണാം, ചെൽസിയുടെ റൈറ്റിലൂടെയുള്ള ഒരു മൂവ് എസ്റ്റിവാവോയുടെ കാലിലോട്ട് അത് വരികയാണ്. ആൻഡ് എസ്റ്റിവാവോ അടിച്ചത് ഒരു ടാർഗറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങ് വെളിയിൽ കളയാൻ സ്റ്റാൻഡ്സിലോട്ട് ഇടുവാണ്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആൻഡ് മാച്ചിൽ നമ്മൾ കാണുന്നത് ചെൽസിയുടെ ആധിപത്യമാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട നെയിം റീസ് ജെയിംസ് ആണ്. ഞാൻ പറയേണ്ട ഒരു നെയിം തന്നെയാണ്. ഇന്നത്തെ മാച്ചിൻ്റെ മാൻ ഓഫ് ദ മാച്ച് പുള്ളിയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആൾ ഇന്നലെ 5 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ്, ഒറ്റ തവണ പോലും ഡിസ്പോസസ്ഡ് ആയില്ല. എടുത്ത് പറയേണ്ട കാര്യം, ആൾ 7ൽ 6 ഗ്രൗണ്ട് ഡ്യൂവൽസും വിൻ ചെയ്തു, കൂടാതെ 6ൽ 5 ഏരിയൽ ഡ്യൂവൽസും ആൾ വിൻ ചെയ്തു. സോ അന്യായ പെർഫോമൻസ് ആയിരുന്നു റീസ് ജെയിംസിൻ്റെ ഇന്നത്തെ മാച്ചിലെ. സൂപ്പർ മാൻ ഓഫ് ദ മാച്ച് ഡിസേർവിങ്ങിൽ. ആൻഡ് ഗെയിമിൽ ആ മോമെൻറ്റ് വന്നത് ഇങ്ങനെയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു പാസ് വരുന്നു, അവിടെ നമുക്ക് കാണാം, അവിടെ വന്നൊരു ചവിട്ടുന്നുണ്ട്, അവിടെ ക്ലിയർലി നമുക്ക് കാണാം കൈസറോ അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ VAR ചെക്കിൽ ഇപ്പം മിക്കൽ മെറീനോയിലാണ് ആൾ വന്ന് അവിടെ ഫസ്റ്റ് ആ മോമെൻറ്റിൽ 2 പേരും തമ്മിൽ കൊളൈഡ് ചെയ്ത് ഇപ്പോൾ 2 പേരും ഗ്രൗണ്ടിൽ കിടക്കുകയാണോ എന്നുള്ളൊരു സിനാരിയോ ആണ് വന്നത്. പക്ഷേ പിന്നീട് ആൻ്റണി ടൈലർ എന്ന ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ട് കൈസീഡോയ്ക്ക്. പക്ഷേ VAR ആളെ മോണിറ്ററിലോട്ട് വിളിക്കുന്നു. നമുക്ക് അവിടെ കാണാം ക്ലിയർലി അവിടെ അഗ്രസീവ്ലി സ്റ്റഡ്സ് പൊക്കിക്കൊണ്ട് എന്ന് തന്നെ മെറീനോനെ ചവിട്ടുകയാണ്. ആ റെഡ് കാർഡാണ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. 10 പേരുമായി ചെൽസി ചുരുങ്ങുന്നു. സോ 10 പേരുമായി ചെൽസി ചുരുങ്ങുന്നു. നമുക്കറിയാം ഈ സീസൺ 10 പേരുമായി ചുരുങ്ങിയപ്പോഴെല്ലാം ചെൽസി ക്ലൂലെസ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ എൻസോ മരസ്ക മേ ബി ഇതിന് മുമ്പത്തെ മാച്ചുകൾ ആ 10 പേരായത് ഗുണം ചെയ്തെന്ന് പറയേണ്ടി വരുമായിരിക്കും. കാരണം 10 പേരുമായി എങ്ങനെ കളിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മേ ബി അവർ പ്രോപ്പർലി ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം 10 പേരുമായി ചുരുങ്ങിയതിന് ശേഷം ഒരു 1 മാൻ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ നമ്മൾ ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല. പൊസഷനൊക്കെ ആർസണലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് ചെൽസി ഈക്വലി
ഡിഫെൻസീവ്ലി ദേ വർ റിയലി ഗുഡ്. കൂടാതെ ട്രാൻസിഷനിൽ എപ്പോഴൊക്കെ ഹിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോഴൊക്കെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട് ഫുട്ടിലോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അല്ല നമ്മൾ 10 പേരെയും 9 പേരെയും ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിനെ നമ്മൾ ബാക്കിലിട്ട് ലോ ബ്ലോക്ക് കളിച്ച് അങ്ങനെ വെറുപ്പിക്കുകയല്ലായിരുന്നു. അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതായിരുന്നു. എസ്പെഷ്യലി ലീഡ് എടുത്തതിന് ശേഷം അവർ ലോ ബ്ലോക്കിലോട്ട് പോകുന്ന സിനാരിയോസ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർ മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ അറ്റാക്സ് നടത്തുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നിൽ തീരുവാണ്. ആ 1 മാൻ എക്സ്ട്രാ അഡ്വാൻറ്റേജ് അവിടെ ചെൽസിക്ക് കിട്ടുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. പക്ഷേ ആ തീരുന്നതിന് മുമ്പ് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു നല്ല ചാൻസ്, നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു ചാൻസ്, ലെഫ്റ്റിലൂടെ ഉള്ളൊരു മൂവ്മെൻറ്റ്, ഡെക്ലൻ റൈസ് കട്ട് ചെയ്യുന്നു മാർട്ടിനെല്ലിയിലോട്ട്. ആൻഡ് മാർട്ടിനെല്ലിയുടെ ഷോട്ട് ഔട്ട് സൈഡ് ദ ബോക്സ് സേവ് ചെയ്യുവാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാഞ്ചസ്. സോ സാഞ്ചസിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഇന്നലെ കോർണർ കിക്സിനും മറ്റുമൊക്കെ സാഞ്ചസിൻ്റെ കമാൻഡിങ് പവർ വാസ് സൂപ്പർ. എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ ആർസണൽ പ്ലേയേഴ്സ് അറിയാലോ അവരുടെ ഒരു ടാക്ടിക്സ്. ഓക്കെ, ഗബ്രിയലിനെയും സലീബേനെ മിസ് ചെയ്തു ഇന്നത്തെ മാച്ചിൽ എന്ന് പറഞ്ഞാലും അവർക്കറിയാം അവർ ഫിസിക്കലി ആ ഒരു മൂവ്മെൻറ്റ് ഗോൾ കീപ്പറിനെ ലിമിറ്റ് ചെയ്യാൻ നോക്കും. ബട്ട് നിങ്ങളുടെ ഗോൾ കീപ്പർ ഫിസിക്കലി അവരെ തള്ളി മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നാ പറയുക തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്ന് ഒരു കമാൻഡിങ് പവർ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ആർസണൽ സെറ്റ് പീസ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഗോൾ കീപ്പർ അവരുടെ ലൈൻ നിൽക്കൽ വരണം, വെളിയിലോട്ട് ഇറങ്ങി വരണം. ആ വെളിയിലോട്ട് ഇറങ്ങി വരാനായിട്ട് അവർ ബ്ലോക്ക് ചെയ്യും. പക്ഷെ അത് സാഞ്ചസ് പലപ്പോഴും ആ ബ്ലോക്ക് തട്ടിത്തെറിപ്പിച്ച് ആൾ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് ഗുഡ് ടു സീ. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം സാഞ്ചസിൻ്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻ ഇന്നലെ ടോപ്പായിരുന്നു. ആൾ 2-3 നല്ല റൊട്ടീൻ സേവ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ റൊട്ടീൻ സേവ് എന്ന് പറയാം, പക്ഷേ എന്നാലും ആളുടെ നല്ല 2-3 സേവുകളുണ്ടായിരുന്നു. സോ ഓവറോൾ സാഞ്ചസിൻ്റെ പെർഫോമൻസ് ടോപ്പ് ക്ലാസ് തന്നെയായിരുന്നു. ഈക്വലി മാൻ ഓഫ് ദ മാച്ച് കണ്ടൻഷൻ എന്ന് പറഞ്ഞ് സേവ് ആഫ്റ്റർ സേവ് നടത്തുന്നല്ല, ബട്ട് മൊമെൻറ്റ്സ് എപ്പോഴൊക്കെ ഡിമാൻഡ് ചെയ്തു അപ്പോഴൊക്കെ ആൾ ഗെയിമിലോട്ട് വന്നു. സോ റീസ് ജെയിംസിനോടൊപ്പം തന്നെ മേ ബി ഒരു സെക്കൻഡ് കൺസിഡറേഷൻ കൊടുക്കാൻ ചെൽസിയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് നമുക്ക് സാഞ്ചസിനെ പറയാം. എൻസോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എൻസോ, റീസ് ജെയിംസ് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം പെഡ്രോ നെറ്റോയുടെ എന്നാ പറയുക ഒരു വേൾഡ് ക്ലാസ് എന്നല്ല പറയേണ്ട ഒരു വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയാം. ആളുടെ വർക്ക് ലോഡ്, ഒരു വേൾഡ് ക്ലാസ് വർക്ക് ലോഡാണ് നമ്മൾ പെഡ്രോ നെറ്റോയുടെ ഭാഗത്തു നിന്നുള്ളത്. ഓക്കെ, വേൾഡ് ക്ലാസ് ഒഫൻസീവ്ലി നമുക്കറിയാം കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു, പക്ഷേ വർക്ക് ലോഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പെഡ്രോ നെറ്റോ ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് ചെൽസിക്കുള്ള ഒരു ഗെയിം ചേഞ്ചറാണ്. അപ്പുറത്ത് ആർസണലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ആർസണലിൻ്റെ മാർട്ടിനെല്ലി ഫസ്റ്റ് ഹാഫ് ബിറ്റ് ഓഫ് ആയിരുന്നു. സാക്ക വേഴ്സസ് കുക്കറയെ ഒരു നല്ല ബാറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ കുക്കറയ മോസ്റ്റ് മൊമെൻറ്റ്സ് ജയിക്കുമായിരുന്നു. കുക്കറയെ കുറച്ച് ഫൗൾസ് കമ്മിറ്റ് ചെയ്ത്, എസ്പെഷ്യലി കുക്കറയെ ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ കാർഡ് വാങ്ങിച്ചു. സാക്ക അത് ക്യാപിറ്റലൈസ് ചെയ്തില്ല. കുക്കറയെ കൊണ്ടൊരു സെക്കൻഡ് യെല്ലോ വാങ്ങിപ്പിക്കേണ്ട സിനാരിയോസ് അധികം കൊണ്ടുവന്നില്ല. അതിന് എടുത്തു പറയേണ്ട കാര്യം ഫസ്റ്റ് ഹാഫ് തന്നെ ആൻ്റണി ടൈലർ ധാരാളം യെല്ലോ കാർഡുകൾ വാരി വിതറുന്നുണ്ടായിരുന്നു. ചെൽസി പ്ലേയേഴ്സിന് കിട്ടി, ആർസണലിൻ്റെ 4 പ്ലേയേഴ്സിന് കിട്ടി ഫസ്റ്റ് ഹാഫ് തന്നെ. അതിന് എടുത്തു പറയേണ്ട കാര്യം കുറേ മൊമെൻറ്റ്സിൽ മേ ബി റെഫറിങ് കോൾസ്, ഇപ്പം കുറേ കോർണർ കിക്സ് 2 പേർക്കും കിട്ടേണ്ട കോർണേഴ്സ് കൊടുക്കാത്ത സിനാരിയോസ് ഉണ്ട്, ചില ഇൻകൺസിസ്റ്റൻറ്റ് കോളുകളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്നലത്തെ ആൻ്റണി ടൈലറിൻ്റെ അന്യായ റെഫറിങ് ആയതെന്ന് പറയത്തില്ല, വേർ കുറേ മോശം കോളുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോളുകളെന്നല്ല, പക്ഷേ എന്നാലും ചില കോർണർ കിക്സും ഫ്രീ കിക്സും ചില യെല്ലോ കാർഡ്സ് നമുക്ക് ഒത്തിരി കുറ്റം പറയാൻ പറ്റില്ല, മേ ബി 1-2 എണ്ണം നമുക്ക് കുറ്റം പറയാവുന്നേ ഉള്ളൂ. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം സെക്കൻഡ് ഹാഫ് തുടങ്ങുവാണ്. അവിടെ ചെൽസി നമ്മൾ നോക്കാനായിട്ടാണ് കുറച്ചുകൂടെ സ്ട്രോങ്ലി സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന ഒരു സിനാരിയോ ആണ്. ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്യുകയാണ്, റീസ് ജെയിംസ് എടുക്കുന്ന ഫ്രീ കിക്ക്. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജാവപ്പെട്ടർ വന്ന് ഹെഡ് ചെയ്യുവാണ്, അവിടെ കിഡിലൻ ഒരു സേവ് വരികയാണ് റായയുടെ ഭാഗത്തു നിന്ന്. അവിടെ 1-0 ആക്കാനായിട്ടുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നീടാണ് ആ ഒരു കോർണർ കിക്ക് വരുന്ന സിനാരിയോ. ആ കോർണർ കിക്ക് എടുക്കുന്നതും റീസ് ജെയിംസ് ആണെന്ന് തോന്നുന്നു. ആ കോർണർ കിക്ക് വരുന്നു, അത് ചലബോ വന്ന് ഫസ്റ്റ് പോസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഫ്ലിക്ക് ചെയ്യുകയാണ്. ആ ഫ്ലിക്ക് ചെയ്ത് നേരെ എല്ലാവരെയും ബീറ്റ് ചെയ്തുകൊണ്ട് പോയി ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ചെൽസി 1-0 ലീഡ് എടുക്കുകയാണ്. സോ ഇതിനിടയ്ക്ക് ചെൽസി 1-2 നല്ല ചേഞ്ചുകൾ നടത്തി. ഈ സെക്കൻഡ് ഹാഫിലാണ് ഈ ഒരു ഗോൾ വരുന്നത്. ആദ്യം എസ്തിവാവോനെ മാറ്റിയിട്ട് ഗർണാച്ചോനെ പിച്ചിട്ട് ഇറക്കിയിരുന്നു, വിച്ച് വാസ് എ ഗുഡ് മൂവ്. ആൻഡ് ഈവൻ ദോ പാൾമർ അവൈലബിൾ ആണെങ്കിലും ഇറക്കാൻ പോയില്ല, കാരണം നമുക്കറിയാം കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൊടുക്കണം, ഇഞ്ചറി മാറി വരുന്ന പ്ലെയറാണ്. വെറുതെ പാൾമറിനെ യൂസ് ചെയ്ത് വീണ്ടും റിസ്ക് ആക്കും. കൂടാതെ അവർക്ക് വേണ്ടത് ഫ്രണ്ടിൽ ഒരു ഹോൾഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ്. ആൻഡ് അവർ ജാവപ്പെട്ടോനെ മാറ്റുന്നത് ഡെലാപ്പിനെ കൊണ്ടുവരും. സോ ആ ചേഞ്ചുകളും കറക്റ്റായിരുന്നു. അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ഫ്രണ്ടിലുണ്ട്, കൂടാതെ ഡെലാപ്പ് പോലത്തെ ഒരു ഫിസിക്കൽ പ്ലെയർ ക്യാൻ ഹോൾഡ് ദ ബോൾ. ചെൽസി കുറച്ചുകൂടെ ലോ ബ്ലോക്ക് ഇടുന്നു, ബോൾ വിൻ ചെയ്യുന്നു. അപ്പ് ഫ്രണ്ട് ബോൾ ഇടുമ്പോൾ ഡെലാപ്പ് ഹോൾഡ് ചെയ്ത് ഗെയിമിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. പെഡ്രോ നെറ്റോ ക്യാൻ മേക്ക് ദ റൺ, ഗർണാച്ചോ ക്യാൻ മേക്ക് ദ റൺ. അങ്ങനെ ഇതിലെ ഡെലാപ്പ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ഓവറോൾ മോശമായിരുന്നല്ല, ബട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ചില മൂവ്മെൻറ്റ്സിൽ ബോൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒരാൾ പെട്ടെന്ന് റിലീസ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ഗർണാച്ചോ ആൻഡ് പെഡ്രോ നെറ്റോയുടെ ഡിഫൻസീവ് വർക്ക് ലോഡ് ഇന്നലെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യമാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് ആർസണലിൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് ചേഞ്ചുകൾ വന്നു. ഓഡിഗാർഡ് പിച്ചിലിറങ്ങി, മാർട്ടിനെല്ലി വാസ് ഡൂയിങ് നത്തിങ്, ആളെ മാറ്റി. നമ്മൾ മാഡുവൊക്കെ വരുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ഒഡിഗാർഡും പിച്ചിലോട്ട് വന്ന്, ഒഡിഗാർഡ് വെസ്സേ അറ്റ് ദ സെയിം ടൈം പിച്ചിലാണ് സുബിമെൻറ്റിനെ മാറ്റുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അതിന് എടുത്തു പറയേണ്ടത് ആ ഒരു ഗോൾ വരുന്ന സിനാരിയോ, അവിടെ പ്രോബ്ലി ചെൽസിയുടെ പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് നമുക്ക് കാണാം. അവിടെ 2 പ്ലേയേഴ്സിനെ, പെഡ്രോ നെറ്റോ ആൻഡ് മാലോ ഗുസ്തോ, 2 പേർക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ്. സോ അവിടെ ഒഡിഗാർഡും സാക്കയും കൂടെ കമ്പൈൻ ചെയ്യുന്നു, സാക്കയിലോട്ട് ബോൾ കിട്ടുന്നു, സാക്കയുടെ വൺ ഓഫ് ദ
നല്ലൊരു ഇൻഡിവിജ്വൽ സ്കില്ലായിരുന്നു അവിടെ ആ ഒരു പ്രസ് ബീറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രോസ് ബോക്സിലോട്ട് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ കാണാം ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ പെട്രോനെറ്റോ മാർക്ക് ചെയ്യേണ്ട പ്ലെയറാണ് മാഡ്വെക്കെ. പക്ഷേ അവിടെ മാഡ്വെക്കേനുള്ള സൈറ്റ് പെട്രോനെറ്റോ പോവാണ്. പെട്രോനെറ്റോ അവിടെ ബോൾ വാച്ച് ചെയ്യുവാണ്. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അവിടെ മാലോ ഗുസ്തോ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഹൗ മാലോ ഗുസ്തോ ഈസ് മാർക്കിംഗ് മിക്കേൽ മെറീനോ ഐ ഡോണ്ട് നോ. അവിടെ ഗുസ്തോ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അവിടെ ബാക്കിലൂടെ മാഡ്വെക്കെ ഫ്രീ ആയി വരുന്ന കാണാം, അതുപോലെ തന്നെ മെറീനോ വരുന്ന കാണാം. സോ ആളുടെ ഫോക്കസ് കൂടുതലും എനിക്ക് തോന്നുന്നു മാഡ്വെക്കിലോട്ട് പോവാണ്. അവിടെ മിക്കേൽ മെറീനോയ്ക്ക് ഒരു ഫ്രീ ഹെഡർ എടുക്കാനായിട്ട് വരുവാണ്. സോ അവിടെ എങ്ങനെ മാലോ ഗുസ്തോ 1 vs 2 സിനാരിയോ അത് മിക്കേൽ മെറീനോയും മാഡ്വെക്കയോടൊപ്പം വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുവാൻ. രണ്ടാമത്തെ കാര്യം പെട്രോനെറ്റോ മേ ബി മാഡ്വെക്കയോടൊപ്പം ഒരു റൺ നടത്തുവായിരുന്നെങ്കിൽ ഗുസ്തോ കുറച്ചുകൂടി ഫോക്കസ്ഡ് മെറീനോട്ട് പോകാൻ. പക്ഷേ മെറീനോ വേഴ്സസ് ഗുസ്തോ ഒരു ഏരിയൽ ബാറ്റിൽ വന്ന മെറീനോ ഇസ് ഗോയിങ് ടു വിൻ ഇറ്റ്. സോ അവിടെ ആർസണലിൻ്റെ പോർ പീസ് ഓഫ് മാർക്കിംഗ് ചെൽസിയുടെ പോർ പീസ് ഓഫ് മാർക്കിംഗ് ആയിരുന്നു. അവിടെ കംഫർട്ടബിളി മിക്കേൽ മെറീനോ അത് കൺവേർട്ട് ചെയ്യുകയാണ്. 1-0 1-1 ആക്കുകയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസണൽ. ആൻഡ് ഗെയിമിലോട്ട് ആർസണൽ വരുന്നൊരു സിനാരിയോ വരികയാണ്. ആൻഡ് അവിടുന്ന് നമ്മൾ അടുത്ത കുറച്ച് മൊമെൻറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ പിന്നീട് ആർസണൽ 1-2 സിനാരിയോസിൽ നോക്ക് ചെയ്തിരുന്നു. എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഒരു മിക്കേൽ മെറീനോ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ ഒരു മൂവ് മിക്കേൽ മെറീനോയിലോട്ട് ഇട്ടുന്നു. ആൻഡ് മിക്കേൽ മെറീനോയുടെ ഒരു ഷോട്ട് വീണ്ടും അവിടെ നോക്കാനായിട്ടാണെങ്കിൽ സാഞ്ചസ് സേവ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ചാൻസുകൾ രണ്ട് ടീമും ക്രിയേറ്റ് ചെയ്തില്ലെന്ന് തന്നെ പറയേണ്ടി വരും. എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റ് ഗെയിം തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ക്രോസ് വരുന്നത് ടിംബറും യോക്കർസിനും ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ടിംബർ അവിടെ ആ ബോളിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ യോക്കർസ് അവിടെ ഫ്രീ ആയിരുന്നു. ആ ഒരു സാധനം ഒഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ട് ആർസണൽ പിന്നെയൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പുറത്ത് ചെൽസിയും കാര്യമായിട്ട് പിന്നീടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പോയില്ല. ബട്ട് ചെൽസി നല്ലപോലെ തന്നെ ഡിഫെൻഡ് ചെയ്തു. എടുത്ത് പറയേണ്ട കാര്യമാണ് ചെൽസിയുടെ ഡിഫൻസീവ് വർക്ക് ലോഡ് ഇന്നലെ റിയലി ഇംപ്രസീവ് ആയിരുന്നു. അപ്പുറത്ത് ആർസണലിൻ്റെ ഹിൻകാപ്പിയ വാസ് റിയലി ഗുഡ്. അതുപോലെ തന്നെ ഡെക്ലൻ റൈസ് ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇന്നലെ എസ്ഐയും അതുപോലെ തന്നെ സുബിമെൻഡിയും കുറച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തു. ബട്ട് ഡെക്ലൻ റൈസ് കിഡിലനായിട്ട് കളിച്ചു. അതുപോലെ തന്നെ ഇംപ്രസ് ചെയ്ത പ്ലെയർ തന്നെയായിരുന്നു ഹിൻകാപ്പി. അതുപോലെ തന്നെ ജൂലിയൻ ടിംബർ ആസ് യൂഷ്വൽ ടിംബറിൻ്റെ ക്ലാസ് പെർഫോമൻസ് തന്നെ കൊടുത്തു. സോ ആർസണൽ ഓവർ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കത്തില്ല റിസൾട്ടിൽ. പക്ഷേ ഗെയിമിൻ്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു വിൻ എടുക്കാത്തതിൽ ഡിസപ്പോയിൻമെൻറ്റ് ആർസണലിൻ്റെ കൈ കാണും. ചെൽസി വിൽ ബി ദ മോർ ഹാപ്പിയർ സൈഡ്. 1-1 ലെറ്റ്സ് സീ. സിറ്റി വിൽ ബി മോർ ഹാപ്പി. അവർക്ക് പോയിൻറ്റ്സ് ടാലി കുറയ്ക്കാനായിട്ട് സാധിച്ചു. 4 പോയിൻ്റാക്കി ചുരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിറ്റിക്ക് ആ ഒരു ഗ്യാപ്പ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സിറ്റി ഇപ്പം ടേബിളിൽ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. ആർസണൽ തന്നെയാണ് ടോപ്പ്. ചെൽസി തേർഡിലോട്ട് പോയിട്ടുണ്ട്. സോ ഒരു 3 horse റേസായി മാറുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം? ഐ തിങ്ക് ഒരു നല്ല ഡെർബിയായിരുന്നു. അതായത് നല്ല ഫിസിക്കലായിട്ടുള്ളൊരു ഡെർബിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓപ്പൺ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, അറ്റാക്കിംഗ് സീക്വൻസ് അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നല്ല ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഫൈറ്റ് കാണാൻ ഡെർബിയുടെ ആ ഒരു അന്തരീക്ഷത്തിലുണ്ടായിരുന്നു, എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫിലൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുക? അവിടുന്ന് നമ്മൾ നേരെ റയൽ മാഡ്രിഡ് മാച്ചിലോട്ട് ഒന്ന് പോവുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഇന്നലെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എഗെയിൻസ്റ്റ് ജിറോണ എവേ ചെന്നിട്ട് 1-1 സമനില വഴങ്ങിയിരിക്കുകയാണ്. അടുപ്പിച്ച് 3 ലീഗ് മാച്ച് സമനിലയിൽ പിടിച്ചിരിക്കുകയാണ്. റയോ വയക്കാനോ എവേ ഡ്രോ ആയി, എൽച്ചെ എവേ ഡ്രോ ആയി, ആൻഡ് ജിറോണ എവേ ഡ്രോ ആയി. 3 എവേ ഫിക്സ്റ്റേഴ്സും ഡ്രോ ആയി. ചാബി അലോൺസോയ്ക്ക് നല്ലൊരു റിസൾട്ട് അല്ല ഇത് മൂന്നും. ബാർസലോണ ഇപ്പം ടേബിളിൽ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ്, റയലിൻ്റെ മേൽ ലീഡായിട്ടുണ്ട്. സോ ഇപ്പം ലീഗ് ടേബിളിൽ ബാർസലോണ 34, റയൽ 33, VRL 32, അത്ലറ്റിക്കോ 31. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ടോപ്പ് 4 നിൽക്കുന്ന ഒരു രീതി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കുമ്പോഴേക്ക് ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. എംബാപ്പെ മിനി അപ്പ് ഫ്രണ്ട്, ഒരു മിഡ്ഫീൽഡ് 4 ആയിരുന്നു പ്രാക്ടിക്കലി. ഗൂളറെ, ബെല്ലിംഗാമെ, ചൗമനി, അതുപോലെ വാൽവേയുടെ മിഡ്ഫീൽഡ് 4 ആയിരുന്നു. ആൻഡ് ബാക്കിൽ മാറ്റങ്ങൾ വന്നു. റുഡിഗറും മിലിട്ടാവും ഇഞ്ചുറി മാറി വന്നു, അവരെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് ബാക്ക് ട്രെൻഡ് ഇപ്പം റീസെൻ്റ്ലി റെഗുലർ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് ബാക്കായിട്ട് ഫ്രാൻ ഗാർഷ്യയാണ് വന്നത്, അൽവാറോയ്ക്ക് റെസ്റ്റ് കൊടുത്തു. ഗോൾ കീപ്പർ ടീബോ കോട്ടുക. ആൻഡ് ഈ ലൈനപ്പിൽ ധാരാളം ഇൻബാലൻസും കാണാനുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ മിഡ്ഫീൽഡിൽ നിന്ന് ഒന്നും വരുന്നില്ല, 0 ക്രിയേറ്റിവിറ്റി. ഡ്യുവൽസ് എല്ലാം അവർ വിൻ ചെയ്യുന്ന പോലത്തെ ഒരു സിനാരിയോ. എസ്പെഷ്യലി ഗൂളർ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ നോക്കുമ്പം ഈ സ്ട്രഗിളിംഗ് ബ്രോ. ഗൂളർ സ്വന്തം ഗോൾ കീപ്പറിനെ ഫേസ് ചെയ്ത് ടേൺ ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തില്ല. എപ്പോഴൊക്കെ പ്രസ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ പുള്ളി ബോൾ ലൂസ് ചെയ്യുന്ന പോലത്തെ സിനാരിയോസ് ആണ്. കാരണം ആപ്പാടെ 2 ഡ്യുവൽസാണ് ആൾ ആ മാച്ചിൽ 45 മിനിറ്റ്സ് കളിച്ചപ്പോൾ അറ്റംപ്റ്റ് ചെയ്ത് തന്നെ. അതിൽ ഒരെണ്ണം വിൻ ചെയ്ത് ഒരെണ്ണം ലൂസ് ചെയ്തു. ഏരിയൽ ഡ്യുവൽസിൽ ഒന്നും ആൾ അറ്റംപ്റ്റ് ചെയ്ത് പോലുമില്ല. സോ എടുത്തു പറയേണ്ട കാര്യം ആർഡെ ഗൂളർ റിയലി സ്ട്രഗിളിങ് ഇൻ ദാറ്റ് റോൾ. ആർഡെ ഗൂളർ കളിക്കേണ്ട റോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളാണ്. ഗൂളറിനെയും കുഴപ്പമല്ല അത്, ശരിക്കും ഗൂളറിനെയും കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആളെ യൂസ് ചെയ്യുന്ന റോളാണ്. ഐ തിങ്ക് ബെല്ലിംഗാം ഓർ ഗൂളറിൽ ഇതിൽ ഒരാളെ ഇപ്പം എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ ഒരാളെ പിച്ച് പറ്റത്തുള്ളൂ എന്നുള്ള സീക്വൻസാണ് റീസെൻറ്റ് മാച്ചുകളിൽ തോന്നുന്നത്. ഇന്നലെ ബെല്ലിംഗാം ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റയലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആ പിച്ചിൽ.
ഈസ് റിയലി ഡൂയിങ് വെൽ. ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ആ ഫസ്റ്റ് ഹാഫ് തൊട്ട് മിനിറ്റ് എൻഡ് ചെയ്യുന്ന വരെ ആ പിച്ചിൽ ഇൻറ്റൻസിറ്റി 100% കൊടുക്കുന്ന പ്ലെയർ ഗൂളറാണ്, സോറി ബെല്ലിംഗമാണ്. ബാക്കി എല്ലാ പ്ലേയേഴ്സും സ്ലീപ്പ് ആവുന്നുണ്ട്. ഇന്നലെ വാൽവേയുടെ പോലും ഇന്നലത്തെ ആ ഒരു ഗോൾ അവർ കൺസീഡ് ചെയ്ത സിനാരിയോസിലൊക്കെ സ്ലീപ്പ് ആവുകയാണ്. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ഒഫൻസീവ്ലി ഈസ് ഗുഡ്. പക്ഷേ ആർണോൾഡിനെ നമ്മൾ ലാസ്റ്റ് 3 മാച്ചിലും കണ്ട കാര്യമാണ്, പുള്ളി ഡിഫൻസീവ്ലി പുള്ളിയുടെ പൊസിഷനിങ്ങിൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രാൻ ഗാർഷിയനെ ഇന്നലെ എക്സ്പ്ലോറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെടുത്ത് പറയേണ്ട കാര്യം ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി എംബാപ്പെ ആൻഡ് വിനി കുറച്ചുകൂടി പ്രസ്സിംഗ് സ്ട്രക്ചർ കൊടുക്കാനതിനാൽ കൂടുതൽ എക്സ്പോസ്ഡ് ആവുമായിരുന്നു. ഇന്നലെ അവർക്ക് ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്, എസ്പെഷ്യലി വിച്ചലൊക്കെ ആ പിച്ചിലെ ഏറ്റവും സ്ലോവസ്റ്റ് പ്ലെയറാണ്. വിച്ചലൊക്കെ ആ ഒരു ഡ്രോപ്പ് ചെയ്ത് വന്ന് കമ്പൈൻ ചെയ്ത് അവരെ പ്രസ് ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ ചാടി വീണ് വാൽവേയുടെയും എസ്പെഷ്യലി ബെല്ലിംഗമും ബോൾസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ നമ്മൾ മാച്ചിൽ നോക്കുവാണെങ്കിൽ റയൽ ക്രിയേറ്റ് ചെയ്ത കൂടുതൽ ചാൻസുകളും ബാക്കിൽ നിന്നൊന്നെങ്കിൽ ടീബോക്കോട്ടോ ഡയറക്റ്റ് പോവുകയോ ഡിഫൻഡേഴ്സ് ഡയറക്റ്റ് ബോൾ ഓർ ദ ടോപ്പ് പോവുകയാണ്. കാരണം മിഡ്ഫീൽഡിലോട്ട് ബോൾ പാസ് ചെയ്യുമ്പോഴേക്കും ഇവർ വന്ന് അഗ്രസീവ്ലി പ്രസ് ചെയ്യുമ്പോഴേക്കും ബാക്ക് പാസ് ചെയ്യേണ്ട സിനാരിയാണ് എസ്പെഷ്യലി മിക്കപ്പോഴും ഗൂളറിനുള്ളത്. ബാക്കിലോട്ട് പോകുന്നു, ഡിഫൻഡേഴ്സ് ബോൾ ഓർ ദ ടോപ്പ് പോകുന്നു, വിനിയുടെ എംബാപ്പയുടെ പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അങ്ങനത്തെ സിനാരിയോസാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും കണ്ടത്. ആൻഡ് നമ്മൾ കണ്ടത് മാച്ചിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് റയൽ തുടങ്ങുന്നത്. എംബാപ്പയുടെ ഒരു ഷോട്ട് ജസ്റ്റ് വൈഡിലൂടെ പോയിക്കൊണ്ടാണ് മാച്ച് തുടങ്ങുന്നത്. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു റയലിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്താൽ ധാരാളം സ്പേസുകളാണ് ഇവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്യുന്നു, വരുന്നു, ബാക്കിലോട്ട് വരുന്നു, നിങ്ങൾക്ക് അവിടെ കാണാൻ ധാരാളം സ്പേസുകൾ. അവിടെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഷോട്ട് എടുക്കാനായിട്ട് അലോ ചെയ്യുവാണ്. അത് ടീബോ കോട്ടോയ്ക്ക് അവിടെ സേവ് ചെയ്യുന്ന സിനാരിയോ വരികയാണ്. സോ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഉള്ളായിരുന്നു. എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഷോട്ട് എടുക്കാനായിട്ട് റയൽ അലോ ചെയ്യുവാണ് ജിറോണനെ. അനദർ മൊമെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ കമ്പൈൻ ചെയ്യുന്നു, അവിടെ വീണ്ടും എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഒനായേക്കാൻ തോന്നുന്നു, അവിടെ ഷോട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നു, ജസ്റ്റ് വൈഡിലൂടെ പോവാണ്. സോ റയൽ അലോ ചെയ്യാണ്. അവിടെ ഷാബിയുടെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാമായിരുന്നു ആ ഒരു ഷോട്ട് എടുക്കാൻ അലോ ചെയ്യുന്ന കാര്യത്തിൽ. ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ലായിരുന്നു എസ്പെഷ്യലി. ചാബി പറയുന്നുണ്ടായിരുന്നു പോയി പ്രസ് ചെയ്യും, അങ്ങനെ ആ ക്യാമറ പുള്ളിലോട്ട് പോകുമ്പോൾ ഇൻറ്റൻറ്റ് കാണിക്കുക, ആ പ്രസ് ചെയ്യും, ഷോട്ട് എടുക്കുന്ന ബ്ലോക്ക് ചെയ്യും, ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്ന പുള്ളി പറയുന്നതാണ്. അവിടെ ഷോട്ട് എടുക്കാനായിട്ട് അലോ ചെയ്യുവാണ്, അവിടെ ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല. അനദർ മൊമെൻറ്റ് ഇവിടെ ഗെയിമിൽ ഒരു നല്ല സെൻട്രൽ മിലിറ്റാക്ക് കിട്ടിയിരുന്നു. മിലിറ്റാവ് പലപ്പോഴും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. റയലിലെ അനദർ ഇംപ്രസീവ് പ്ലെയർ ഇന്നലത്തെ പിച്ചിൽ മിലിറ്റാവ് തന്നെയായിരുന്നു. എംബാപ്പയുടെ ഒരു ക്രോസ്, മിലിറ്റാവിൻ്റെ ഹെഡർ, ഒരു പോയിന്റ് ബ്ലാങ്ക് സേവ് നടത്തുവാണ് ഗസനേഗ. ഇന്നലത്തെ ഗസനേഗയുടെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കൂടാതെ മറ്റൊരു സിറ്റുവേഷൻ ഹാഫ് ടൈമിന് ആവുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഗെയിമിൽ ഒരു മൊമെൻറ്റ് വന്നായിരുന്നു, റയൽ മാഡ്രിഡ് അടിച്ചൊരു ഗോൾ ഓവർ ടൈം ചെയ്യുന്നത്. അവിടെ ജൂഡ് ബെല്ലിംഗമിലോട്ട് ബോൾ വരുന്നു, ജൂഡ് ബെല്ലിംഗം അവിടെ ബോളിലിടുന്നു, അവിടെ ആ ബോൾ ബൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പം കാണാം അവിടെ അവിടെ 3 റയലിൻ്റെ 2 പ്ലേയേഴ്സ് ഉണ്ട്, കൂടാതെ ജിറോണയുടെ 2 പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ എംബാപ്പയിലോട്ടാണ് ബോൾ വരുന്നത്. എംബാപ്പെ അത് കൺട്രോളിലാക്കിയിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എംബാപ്പെ അത് കൺട്രോളിലാക്കി ടേൺ ചെയ്യുമ്പോഴേക്കും ബോൾ കൈയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്. അവിടെ VAR ചെക്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യണം. അത് ഗോൾ ഓവർ ടൈം ചെയ്യുകയാണ്, അത് ഗോൾ കൊടുക്കുന്നില്ല. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു നല്ല ചാൻസ് ബ്രയാങ്കിലിൽ നിന്ന് വരുന്നൊരു സിനാരിയോ ഉണ്ട്. വീണ്ടും ആ പ്രസ് ബീറ്റ് ചെയ്യുന്നു റയൽ മാഡ്രിഡിൻ്റെ കംഫർട്ടബിൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം 2 vs 4 ആണ് പ്രാക്ടിക്കലി. പക്ഷേ അവിടെ സ്പേസുകൾ കിട്ടുവാണ്. ആ പ്രസ് ബീറ്റ് ചെയ്യുന്നു, നേരെ സംഘോവിലോട്ട് കൊടുക്കുന്നു. സംഘോവ് ബ്രയാങ്കിൽ അവിടെ ഈസിലി റൺ എടുത്താണ് ബ്രയാങ്കിലോട്ട് വന്നാൽ ബ്രയാങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ആ ഒരു ഷോട്ട് വൈഡിലോട്ട് പോകണം. ടാർഗറ്റ് ഇപ്പോൾ ആൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഗില്ലി നേരെ നല്ലപോലെ ഇൻറ്റൻസിറ്റി കൊടുക്കുന്നില്ല. പക്ഷേ ബ്രയാങ്കിലിൻ്റെ കുഴപ്പം ഇതാണ്, ഹീസ് നോട്ട് ക്ലിനിക്കൽ. ബ്രയാങ്കിൽ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവുക ഫസ്റ്റ് ഹാഫ് തന്നെ 1-0 സ്ഥാനത്ത് കൂടുതലാക്കായിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ ജിറോണയ്ക്ക്. അതിനടുത്ത ആ ഗോൾ വരുന്ന സിനാരിയോ ഇവിടെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാം. അവിടെ അവർ ആ ബിൽഡപ്പ് ചെയ്യുകയാണ് ബാക്കിൽ നിന്ന്. സോ ഇവിടെ ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ അല്ല, നിങ്ങൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ റയൽ മാഡ്രിഡ് പ്രിപ്പയർ ആണ്. അവർ അഗ്രസീവ്ലി ഒന്ന് പ്രസ് ചെയ്യുന്നില്ല, ഒരു മിഡ് ബ്ലോക്ക് പോലെ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്ലേയേഴ്സിന് അംബിറ്റസ് കമ്മിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. സോ ഇവിടെ അവരെല്ലാവരെയും മാർക്ക് ചെയ്യേണ്ട ഒരു സിനാരിയോ ആണ്. പെട്ടെന്ന് ഔട്ട് ഓഫ് നോവെയർ വരുന്ന ഒരു ട്രാൻസിഷനിൽ ഒരു ബിൽഡപ്പ് ഫേസ് ചെയ്യുന്ന വരുന്ന മൊമെൻ്റാണ്. സോ അവിടെ ആ പാസ് അവരുടെ റൈറ്റ് ബാക്കിൻ്റെ കാലിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം വാൽവേയുടെ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. അവിടെ ഗൂളർ നിങ്ങൾക്ക് വാൽവേഡനെ നോക്കുന്നതാണ്. ഗൂളറിന് അവിടെ 2 പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യേണ്ട ഒരു സിനാരിയാണ്. വാൽവേയുടെ ഗെയിമിലേ ഇല്ല, അവിടെ കാണിക്കുന്നില്ല. സോ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 2 പ്ലേയേഴ്സിനെ ശ്രദ്ധിക്കുക. ഇവിടെ വാൽവേഡെ മാർക്ക് ചെയ്യേണ്ട പ്ലെയറാണ് ഒനായി, അതുപോലെ തന്നെ അപ്പുറത്ത് സംഗോവയും റൺ നടത്തണം. ഒക്കെ സംഗോവയെ അവിടെ ഫ്രീ ആണ്, ആളോടൊപ്പമുള്ള മാർക്കറും ആളോട് ക്ലോസ് ആയിട്ടില്ല. സോ അവിടെ ആ പാസ് ആ റൈറ്റ് ബാക്ക് ആ ഒരു മൊമെൻറ്റിലോ തെറ്റുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ കിട്ടിയിരിക്കുന്ന സ്പേസ് ജിറോണയുടെ ആ 2 പ്ലേയേഴ്സിനെയും അവിടെ മാർക്ക് ചെയ്യുന്നേ ഇല്ല. കംപ്ലീറ്റ്ലി അൺമാർക്ക്ഡ് ആയിട്ടാണ് 2 പ്ലേയേഴ്സ് നിൽക്കുന്നത്. അവിടെ ചൗമനി സെൻട്രലിൽ നോ മാൻസ് ലാൻഡിലാണ്. അവിടെ ഗൂളറിന് അവിടെ എസ്പെഷ്യലി എടുത്തോറാണ് വാൽവേഡയാണ്. വാൽവേഡ് അവിടെ ഒട്ടും ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല കുറച്ചുകൂടെ. ആൻഡ് അവിടെ എസ്പെഷ്യലി ഒനാഹിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ആൾ ആ ബോക്സിലോട്ട് റൺ നടത്താനായിട്ട് പോവാണ്. ഹീസ് ഗോയിങ് ടു ഗെറ്റ് ദാറ്റ് സ്പേസ്. അവിടെ ബോൾ വാച്ച് ചെയ്യുവാണ്, റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എല്ലാം ബോൾ വാച്ച് ചെയ്യുകയാണ്. സോ അവിടെ ആ പാസ് റൈറ്റ് ബാക്ക് റൈറ്റായിട്ട് ഫൈൻഡ് ചെയ്യുന്നു. അവിടെ ചൗമനിയും അതുപോലെ തന്നെ റുഡിഗറും പ്രസ് ചെയ്യാനിടയിലിരുന്നു. പക്ഷേ അവിടെ ഒനായി അവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതാ ഈസിലി സ്പോട്ട് ചെയ്യുന്ന സംഘവ് ഒനായിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒനായിയുടെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് അത് ഗോളായി കയറുകയാണ്. സോ
ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ലീഡ് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് വെച്ച് എസ്പെഷ്യലി. ആൻഡ് നിങ്ങൾക്ക് കാണാം ആ ഒരു മൂവ്മെൻറ്റിൽ ഭയങ്കര ലാക്ക് ഓഫ് ഇൻറ്റൻറ്റ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. എല്ലാവരും ബോൾ വാച്ച് ചെയ്യുകയാണ്. ആ ഒരു മൂവ്മെൻറ്റ് ഒരു സഡൻ ട്രാൻസിഷൻ അല്ല, ഒരു സഡൻ ട്രാൻസിഷനേ അല്ല, അത് റിയലി നല്ലൊരു ഇമേജ് അല്ല റയൽ മാഡ്രിഡിന് അവിടെ കൊടുക്കുന്നത്. ചാബി അലോൺസോ വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. ഒരു സഡൻ ട്രാൻസിഷനിൽ കൺസീഡ് ചെയ്യുന്ന പോലെ അല്ല ഇത്. സോ ലെറ്റ്സ് സീ എന്താ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുമോ എന്നുള്ള കാര്യം. റാദർ ദാൻ ബോൾ വാച്ചിങ് കൂടുതൽ ഫോക്കസ് പ്ലേയേഴ്സിലോട്ടും കൊടുക്കേണ്ട ആവശ്യമുണ്ടായില്ല. ആൻഡ് ഇവിടെ അടുത്ത ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. അവിടെ ആൾ ഗൂളറിനെ മാറുന്നു, കമോവിംഗേനെ ഇറക്കുന്നു, കുറച്ചുകൂടെ ബെറ്ററായി. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്കറിയാം ജിറോണയ്ക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി കൊടുക്കാനും ഡിഫിക്കൽട്ട് ഉണ്ട്. അവർ ഫസ്റ്റ് ഹാഫ് അമ്മാതിരി ഇൻറ്റൻസ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കമോവിംഗ വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് ആ ഒരു അൺസർട്ടനിറ്റി പോയി കിട്ടി. ബെല്ലിംഗം കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ പക്ക ഫോക്കസ്ഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ബോൾ വിന്നേഴ്സ് മിഡ്ഫീൽഡിൽ വന്നു കുറച്ചുകൂടെ ഡയറക്റ്റ് പോകാനായിട്ട് തുടങ്ങി. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് അത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോസിറ്റീവ് ചേഞ്ചുകൾ വന്നു, കൂടുതൽ ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഇതുപോലെ തന്നെ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുന്നു. മിലിറ്റാവിന് ഹെഡർ നേരെ വിനിയിട്ട ഒരു ക്രോസ് ആയിരുന്നു എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന്. അത് നേരെ നമ്മൾ നോക്കാനായിട്ട് ഗസനഗയുടെ കയ്യിലോട്ട് പോവുകയാണ്. പിന്നീടുള്ളൊരു സിറ്റുവേഷൻ വീണ്ടും ഇതുപോലെ തന്നെ പല ട്രാൻസിഷൻസും ബോൾ വിൻ ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്പേഴ്സ് ബാക്കിലുണ്ടെന്ന് പറഞ്ഞാലും ബോൾ വിൻ ചെയ്തതിന് ശേഷം ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഗെയിമിൽ വരാം, പക്ഷേ ബോൾ ചീപ്ലി അവർ ഗീവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നു. അറിയാം ഈ ഒരു മൊമെൻറ്റ് ഓഫ് ട്രാൻസിഷനിൽ നമുക്ക് കാണാം കിട്ടുന്ന ഒരു ചാൻസ് നേരെ ടീബോക്കോട്ട് സേവ് ചെയ്യണം. ഒരു നല്ല സേവ് തന്നെയായിരുന്നു അവരുടെ സ്ട്രൈക്കറിൻ്റെ ഷോട്ട് സേവ് ചെയ്ത് ഒരു 1.5 സേവ് തന്നെയായിരുന്നു. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ആൻഡ് ഈസിലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻ നമ്പേഴ്സ് അവരുടെ കയ്യിലുണ്ടല്ലോ, റയൽ മാഡ്രിഡിൻ്റെ ബാക്കിലുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ സ്പേസുകൾക്ക് ഈ ഡിഫൻഡേഴ്സിന് ഇടയിലുള്ള സ്പേസ് നല്ലപോലെ ജിറോണ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അനദർ മോമെൻറ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഈക്വലൈസിങ് ഗോൾ വന്നൊരു മോമെൻറ്റാണ്. ബെല്ലിംഗം വിനീഷ്യസ് ജൂനിയറിനെ ഫൈൻഡ് ചെയ്യുന്നു. വിനീഷ്യസ് ജൂനിയർ എഡ്ജ് ഓഫ് ദ ബോക്സിലോട്ട് കയറുകയാണ്. അവിടെ ബാക്കിൽ നിന്നും ഫൗൾ ചെയ്യുകയാണ്, ചവിട്ടുന്നുണ്ട്. ക്ലിയർലി നിങ്ങൾക്ക് ആളെ അവിടെ ബൂട്ടി ചവിട്ടുന്നുണ്ട്. ക്ലിയർ പെനൽറ്റിയാണ്. എംബാപ്പെ ആ പെനൽറ്റി എടുക്കുന്നു, കൺവേർട്ട് ചെയ്യുന്നു. വിനിയുടെ ഒരു മോമെൻ്റ് ആയിരുന്നു, നല്ലൊരു മോമെൻ്റ് ആയിരുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിനി ഇന്നലെ കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ഫിഗറായിരുന്നു. എസ്പെഷ്യലി എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ വിനീഷ്യസ് ജൂനിയർ ഇന്നലത്തെ മാച്ചിൽ പുള്ളി ഡിമാൻഡ് ചെയ്ത ഹൈ സാലറി മറ്റുമൊക്കെ ആണല്ലോ. സോ ഇപ്പോൾ കുറച്ച് മാച്ചുകളായിട്ട് പുള്ളിയുടെ ലാക്ക് ഓഫ് ക്ലിനിക്കൽനെസ് എടുത്ത് കാണാനായിട്ടുണ്ട്. ഹി ഹാസ് ടു കൺവേർട്ട് ദീസ് ചാൻസസ്. ഇപ്പം പുള്ളിക്ക് 30-40 മില്യൺ ഒക്കെയാണ് പുള്ളി സാലറി ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ഹി ഹാസ് ടു കൺവേർട്ട് ദീസ് ചാൻസസ് അല്ലേ. സോ ഈ ഒരു മോമെൻറ്റ് നിങ്ങൾക്ക് കാണാം, വിനിക്ക് കിട്ടുന്നു. ഈസി ആണെന്നല്ല, പക്ഷേ വിനി എടുക്കുന്ന ഷോട്ട് വെളിയിലോട്ട് പോവുകയാണ്. ബട്ട് വിനിയുടെ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയർ വെച്ച് ഹി ഷുഡ് കൺവേർട്ട് ദോസ് ചാൻസസ്. കൂടാതെ തൊട്ടടുത്ത നിമിഷം വീണ്ടും ആൾക്കാർ 1-on-1 സിനാരി വരുന്നു. ഇവിടെ നാളെ അത് ചിപ്പ് ചെയ്തിടാനായിട്ട് നോക്കുവാണ്. ആ ഒരു പവർഫുൾ ഷോട്ടല്ല നോക്കുന്നത്, പക്ഷേ അതും വൈഡിലോട്ട് പോകണം. സോ ഈ ഒരു 2 മൊമെൻറ്റ്സ് വിനി ക്രിയേറ്റ് വിനിക്ക് കിട്ടി 1-on-1 സിറ്റുവേഷൻസ്. ഹി ഹാസ് ടു കൺവേർട്ട് ദോസ്. അതിൽ ഏതെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ റയൽ അവിടെ വിക്ടറി ആയിട്ട് പോകാനേ. ഓക്കെ, പെനൽറ്റി ആൾ വിൻ ചെയ്ത് കൊടുത്തു, നല്ലതാണ്. പക്ഷേ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഇവൻ ലാസ്റ്റ് 2-3 മാച്ചുകൾ നമ്മളിത് കാണുന്നുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ നമുക്കറിയാം ആ ഒരു ഓഫ് ദ ഫീൽഡ് ഇഷ്യൂ മറ്റേ സംഭവമൊക്കെ വന്നതിന് ശേഷം വിനീനെ ഫുൾ 90 മിനിറ്റ്സോളം എല്ലാ മാച്ചുകളും കളിപ്പിക്കുന്നുണ്ട്. റോഡ്രിഗോ പിച്ചിലോട്ട് ഇറങ്ങി. ഓക്കെ, എനിക്ക് എടുത്തു വയ്ക്കേണ്ട കാര്യം ഗോൺസാലോ ഗാർഷ്യ വരുന്നത് 89-90 മിനിറ്റിലാണ്. എന്തുകൊണ്ട് ഇപ്പം അവർ എക്സാക്ട്ലി ഒരു ലോ ബ്ലോക്കിലോട്ട് പലപ്പോഴും ജിറോണ ലാസ്റ്റ് പോകുന്നുണ്ടായിരുന്നു. ഒരു ഫിസിക്കൽ സ്പെസിമം ഫ്രണ്ടിൽ ഇട്ടിട്ട് മേ ബി എംബാപ്പയ്ക്ക് വിങ്ങിൽ വൈഡിലോട്ട് പൊക്കോടെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, വിനി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഗോൺസാലോ ഗാർഷ്യനെ പിച്ചിൽ ഇറക്കിക്കൂടെ, കൂടുതൽ മിനിറ്റ്സ് കൊടുത്തൂടെ. വിനി ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ചാബി അലോൺസോ പ്രഷറിലാണോ, ഈ മിക്ക പ്ലേയേഴ്സിനെ ഫുൾ 90 മിനിറ്റ്സ് കളിപ്പിക്കാനായിട്ട് പ്രഷർഡാണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇന്നലെ സ്ട്രീമിനിടയിൽ റയൽ മാഡ്രിഡ് ഫാൻസ് നമ്മളോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എസ്പെഷ്യലി വാച്ചലോങ്ങിൻ്റെ ഇടയ്ക്ക്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നീട് ഒരു മോമെൻറ്റ് നമ്മൾ കിട്ടാനായിട്ട് അങ്ങനെ ജോയൽ റോക്ക എന്ന് പറയുന്ന ഒരു പ്ലെയർ പിച്ചിലോട്ട് ഇറങ്ങിയിരുന്നു. ഹി വാസ് റിയലി ഇംപ്രസീവ്. പുള്ളി കുറച്ച് മോമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അടുത്ത ഒരു മോമെൻറ്റിൽ ആ ഒരു എസ്പെഷ്യലി റൈറ്റ് ഹാൻഡ് സൈഡ് ഇപ്പോൾ ട്രെൻഡ് കുറച്ച് ഔട്ട് ഓഫ് പൊസിഷനാണ്, ആൾ ആ സ്പേസ് കാണുന്നു, ഹാഫ് സ്പേസിലൂടെ റൺ നടത്തുന്നു. ആൻഡ് അവിടെ നിന്ന് എടുക്കുന്ന ആ ഒരു ഷോട്ട് നേരെ ഗോൾ കീപ്പറിൻ്റെ റീബോക്കോട്ടോയുടെ കയ്യിലോട്ട് പോവുകയാണ്. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു മോമെൻറ്റ് നിങ്ങൾക്ക് കാണാം 89-ാം മിനിറ്റിലാണ് 90-ാം മിനിറ്റിലാണ് ഗാർഷ്യനെ ഇറക്കുന്നത്, ഗോൺസാലോ ഗാർഷ്യനെ ഇറക്കുന്നത്, ട്രെൻഡിനെ മാറ്റിക്കൊണ്ട്. എസ്പെഷ്യലി യു ആർ ലുക്കിംഗ് ഫോർ എ ഗോൾ. ഒരു ഫിസിക്കൽ ആ റയൽ മാഡ്രിഡ് ടീമിൻ്റെ ഒരു നാച്ചുറൽ നമ്പർ 9 പുള്ളിയാണ്. എന്തുകൊണ്ട് കൂടുതൽ യൂസ് ചെയ്തതാന്ന് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ചാബിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് റീസെൻ്റ്ലി ക്വസ്റ്റ്യനബിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻസിൽ ഒരു പുള്ളി നടത്തുന്ന മോമെൻറ്റ്സ് കുറച്ചുകൂടെ മിനിറ്റ്സ് ചില പ്ലേയേഴ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോ ഇതിനിടയ്ക്ക് പിച്ചിൽ ഇറങ്ങിയായിരുന്നു. സോ ലാസ്റ്റ് മോമെൻറ്റ്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോഡ്രിഗോ ഒരു ബോൾ വിൻ ചെയ്യുകയാണ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നേരെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെല്ലിംഗമിൻ്റെ കാലോട്ട് വരുന്നു. ബെല്ലിംഗം അവിടെ ലേ ഓഫ് ചെയ്ത് കൊടുക്കുവാണ് എംബാപ്പയ്ക്കോ റോഡ്രിഗോയ്ക്കോ 2 പേർക്കും ഷോട്ട് എടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. ബട്ട് എംബാപ്പെ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുവാണ്, ജസ്റ്റ് വൈഡിലൂടെ പോവാണ്. ഈസിയസ്റ്റ് ചാൻസ് എന്നല്ല പറയുന്നത്, പക്ഷേ മേ ബി ഹൂ നോസ്, നമ്മൾ എംബാപ്പെ 10-9 തവണ ഇവിടുന്ന് കൺവേർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ജസ്റ്റ് വൈഡിലൂടെ പോവാണ്. റയൽ മാഡ്രിഡ് 1-1 ഫൈനൽ വിസിലടിക്കുന്നു. സോ ഐ തിങ്ക്
റിയലി ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും ഇഫ് യു ആർ എ റയൽ മാഡ്രിഡ് ഫാൻ. ഈ ഒരു റിസൾട്ട് ചാൻസുകൾ നല്ലപോലെ റയൽ മാഡ്രിഡ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കിട്ടിയിരുന്നു കളി ജയിക്കാനായിട്ട്. പക്ഷേ ജിറോണോ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റ് ഈ മാച്ചിൽ നിന്ന് ഡിസേർവും ചെയ്യുന്നുണ്ടായിരുന്നു അവർ കളിച്ച ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വെച്ചും. കൂടാതെ റയൽ മാഡ്രിഡ് നമ്മൾ പറഞ്ഞല്ലോ ഒരു 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 എസ്പെഷ്യലി പല ട്രാൻസിഷനിലും കൂടുതൽ സ്പേസുകൾ കിട്ടുന്നുണ്ട്. അതിൽ അവർ കൺസീഡ് ചെയ്ത ഗോളാണെങ്കിൽ ഒരു ബിൽഡപ്പ് ഫേസിൽ നിന്ന് കൺസീഡ് ചെയ്യുന്ന ഒരു ഗോൾ ആൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകളാണെങ്കിൽ എംബാപ്പയുടെ പിന്നീട് പേസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നു. മിഡ്ഫീൽഡിൽ ദർ ഈസ് സം ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ചില പ്ലേയേഴ്സ് പെട്ടെന്ന് സ്ലീപ്പ് ആവുന്നു ഗെയിമിൽ. അത് എടുത്തു പറയേണ്ട കാര്യം എൻ്റെ ഒരു ഒപ്പീനിയനിൽ റയൽ മാഡ്രിഡ് പൊതുവേ ജാനുവരിയിൽ അഡീഷൻസ് നടത്താറില്ല. പക്ഷെ എന്നാലും ജനുവരിയിൽ ഒരു സ്റ്റില്ലറൊക്കെ പോലത്തെ ഒരു ഡീപ്പ് പ്ലേയിങ് മിഡ്ഫീൽഡറിനെ ആഡ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഓക്കെ, ഇതിൽ ഗൂളറിനെയും ബെല്ലിംഗമിനെ അറ്റ് ദ സെയിം ടൈം അപ്പോൾ പിച്ചിൽ ഇറക്കാൻ പറ്റത്തില്ല. അതിലൊരാളെ ബെഞ്ച് ചെയ്യുക. ടീമിൻ്റെ ബാലൻസ് ആണ് മെയിൻ. എസ്പെഷ്യലി ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് ബെല്ലിംഗം ഡിസേർവ്സ് വെച്ചാണ് ഈ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ. റീസെൻറ്റ് മാച്ചുകൾ നോക്കുകയാണെങ്കിൽ ആ പിച്ചിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി കൊടുക്കുന്ന പ്ലെയർ ബെല്ലിംഗമാണ്. ബെല്ലിംഗമിനെ അറ്റാക്ക് മിഡ്ഫീൽഡ് റോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി സ്റ്റില്ലർ പോലത്തെ ഒരു പ്രൊഫൈലിനെ കൊണ്ടുവരിക, ഡി പി എന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പയ്യനുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഈ ഗൂളർ ഡി പി എന്ന് യൂസ് ചെയ്യുന്ന പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. കൂടാതെ ഫസ്റ്റ് ഹാഫ് തന്നെ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. ഗൂളറിനെ പിച്ചിൽ നിന്ന് മാറ്റി ബെല്ലിംഗം ഓർ ഗൂളർ അല്ലെങ്കിൽ ഒരാൾ പിച്ചിലുള്ളപ്പോഴാണ് റയൽ മാഡ്രിഡ് കുറച്ചൊരു ബെറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള തോന്നുന്നത്. എസ്പെഷ്യലി ഗൂളർ ഡീപ്പിലോട്ട് വന്നുള്ള പരിപാടി നടക്കത്തില്ല. അതാണ് ചെയ്യേണ്ടതെങ്കിൽ റയൽ മാഡ്രിഡ് ഫണ്ട്സ് ഉണ്ട്. ജനുവരിയിൽ സൈനിങ്സ് കൊണ്ടുവരാം. സ്റ്റില്ലറോ ഇപ്പം കീ സ്മിത്ത് അനദർ പ്ലെയർ കേൾക്കുന്ന ഒരു നെയിമാണ്. ആഡം ബാട്ടൺ, ഹൂനോസ് ആരെയും കൊണ്ടുവരിക. ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ഈ സീസണിൽ. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചുകളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. നമ്മുടെ മറ്റ് രണ്ട് ലിവർപൂളിൻ്റെ യുണൈറ്റഡിൻ്റെ മാച്ചിൻ്റെ റിവ്യൂ നമ്മൾ പറഞ്ഞ നാളെ ആയിരിക്കും മിക്കവാറും നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.